നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പരസ്പരം അഭിനന്ദിച്ചും കൈകൊടുത്തും അമേരിക്കയും ഇസ്രയേലും ലോകത്തോട് പറഞ്ഞതൊക്കെയും യഥാർത്ഥ സത്യങ്ങളാണോ എന്ന് പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് ഇറാന്റെ ആണവ മോഹങ്ങളെ തല്ലിക്കെടുത്തി എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദവും അമേരിക്ക കരുത്തുകാട്ടി എന്ന നെതന്യാഹുവിന്റെ ഉപകാര സ്മരണയും സമാധാനം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ രാഷ്ട്രങ്ങളെ അസ്വസ്ഥതപ്പെടുത്തും. സംഘർഷമുഖത്തേക്ക് അമേരിക്ക കാലെടുത്ത് വെച്ചതോടെ തിരിച്ചടിക്ക് ഇനി ഒന്നും നോക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. സംഘർഷം മൂർച്ഛിക്കുമ്പോൾ ആണവ വികിരണം എന്ന അപകടം സംഭവിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉറപ്പിക്കുന്നു. അപ്പോഴും അതിരുവിടുന്ന ആകാശപ്പോരിൽ സമാധാനമല്ല യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇസ്രയേലിന് വേണ്ടി ഇറാനിൽ ബോംബ് വർഷിച്ച അമേരിക്കയുടെ ഇടപെടൽ. ഈ പുതിയ സാഹചര്യം പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കുമോ? മറ നീക്കി പുറത്തു വരുന്നത് അമേരിക്കയുടെ യുദ്ധക്കൊതിയോ? എൻകൗണ്ടറിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. Nuclear enrichment capacity and a stop to the nuclear threat posed by the world's number one state sponsor of terror. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. എൻകൗണ്ടർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന വിവരം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനം ഇറാൻ പാർലമെന്റ് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇറാൻ ശക്തമായി തിരിച്ചടിക്കും എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഇതടക്കമുള്ള വിഷയങ്ങളാണ് ഈ ചർച്ചയിൽ നമ്മൾ പരിഗണിക്കുക. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഡോക്ടർ ജയപ്രസാദ് നയതന്ത്ര വിദഗ്ധൻ അതിഥിയാണ്. ബ്രിഗേഡിയർ ശ്രീ മോഹൻ പിള്ളൈ പ്രതിരോധ വിദഗ്ധൻ, അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ അമീർ പിച്ചൻ, അദ്ദേഹം IAEA അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിലെ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയുടെ ആണവ നിർവ്യാപന കരാറിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിഭാഗത്തിൽ പ്രവർത്തിച്ചയാളാണ് ഡോക്ടർ അമീർ പിച്ചൻ. അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ വളരെ നമുക്ക് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ്. നമ്മളോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിഥിയായി ചേരുന്ന ഇസ്രയേലിലുള്ള മലയാളി ഗവേഷക വിദ്യാർത്ഥി സൂരജ് രാജും ഇന്ന് നമ്മളോടൊപ്പം ചേരും ഹൈഫ നഗരത്തിൽ നിന്ന്. നമുക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് പി ജെയിംസ്, ഈ ഇന്നത്തെ ദിവസത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി പുറത്തു വന്നത് അയത്തുല്ല അൽ ഖമേനിയുടെ ഉപദേഷ്ടാവ് പറഞ്ഞതാണ്. ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ബഹ്റൈനിലെ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കയുടെ നാവികപ്പടയ്ക്ക് നേരെ മിസൈൽ ആക്രമണം തുടങ്ങണമെന്നും അമേരിക്ക, ബ്രിട്ടീഷ്, ജർമ്മൻ, ഫ്രഞ്ച് ഇവരുടെ കപ്പൽ ഗതാഗതം തടയാൻ വേണ്ടി ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കണം എന്നുമാണ് അവരെടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഇറാൻ പാർലമെന്റ് ആ തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സിൽ നിന്ന് ഈ ചർച്ച തുടങ്ങാം. പി ജെയിംസ്. ഗോപികൃഷ്ണൻ, ഇത് വലിയൊരു തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. ഇറാന്റെ പാർലമെന്റ് അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് അതാണ്ട് 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്കാണ്. ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഈ അറേബ്യൻ ഈ പെനിൻസുല, പേർഷ്യൻ പെനിൻസുലയെ അറബിക്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ 2 കോടി ബാരൽ എണ്ണയാണ് ഒരു ദിവസം ഇവിടെ കടന്നു പോകുന്നതെന്നാണ് വെപ്പ്. ഇന്ത്യ ആണെങ്കിൽ 20 ലക്ഷം ബാരൽ എണ്ണ ഇന്ത്യക്ക് വേണ്ടി ഓരോ ദിവസം കടന്നു പോകുന്ന കടലിടുക്കാണത്. ഇന്ത്യക്ക് മൊത്തം വേണ്ടത് 55 ലക്ഷമാണെന്നാണ് കണക്കൂട്ടൽ. അതിലേതാണ്ട് ഒരു 35-40% കടന്നു പോകുന്ന കടലിടുക്കാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നു. നേരത്തെ അത് യൂറോപ്പിനെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയാണ് ബാധിച്ചതെങ്കിൽ ഇപ്പോൾ കടലിടുക്ക് അടച്ചാൽ അത് ബാധിക്കാൻ പോകുന്നത് ചൈനയെയും ഇന്ത്യയെയും ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളെയുമാണ്. എന്ന് മാത്രമല്ല, അതുമായി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കണക്കെടുത്താൽ സൗദി അറേബ്യ, ഖത്തർ, ഇറാഖ്, ഇറാൻ, കുവൈറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ മുഴുവൻ
ഇതിലൂടെയാണ് എണ്ണ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി വളരെ നിർണായകമായിട്ടുള്ള ഒരു എന്താ പറയുക അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമാണ്, ഇന്ത്യയുടെ ഉറക്കം കെടുത്തുന്ന തീരുമാനമാണ്. ഇന്ത്യക്ക് ഒരു പക്ഷേ റഷ്യയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. റഷ്യയിൽ നിന്ന് ഇപ്പോൾ 40% അല്ലെങ്കിൽ 35% നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ബ്രസീലിൽ നിന്ന് പറ്റുമായിരിക്കും. അതൊക്കെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് സൂയസ് കനാൽ വഴിക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ കടലിടുക്ക് അടയ്ക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്കൊക്കെ ബാധിക്കുന്ന പ്രശ്നമായി തീരുകയാണ്. എന്ന് മാത്രമല്ല ഖമനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആയത്തുള്ള ഖമനിയുടെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് ബഹ്റിനിലെ അമേരിക്കയുടെ നാവിക സേനയെ ആക്രമിക്കുമെന്നാണ്. അത് ഇന്ന് രാവിലെ മുതൽ കഹാൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് അത് ആയത്തുള്ള ഖമനിയെ കോട്ട് ചെയ്തുകൊണ്ട് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ആദ്യം അറ്റാക്ക് ചെയ്യുക ബഹ്റിനിലെ നാവിക സേനയായിരിക്കും. പക്ഷേ പി ജെയിംസ്, ഈ പ്രഖ്യാപനത്തിന് എന്തെങ്കിലും പുതുമയുണ്ടോ? കാരണം വളരെ നേരത്തെ തന്നെ ഇറാൻ എടുത്തൊരു പൊസിഷനാണ്, അമേരിക്ക ഏതെങ്കിലും തരത്തിൽ സൈനികമായി ഈ സംഘർഷത്തിന്റെ ഭാഗമാകാൻ തുനിഞ്ഞാൽ അത് അമേരിക്കയെ ബാധിക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയായി മാറും എന്നത്. അതിന് അവർ പറഞ്ഞ കാരണം, അല്ലെങ്കിൽ അവർ ഏത് തരത്തിൽ തിരിച്ചടിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അമേരിക്കയുടെ സേനാ താവളങ്ങൾ, സൈനിക താവളങ്ങൾ, പ്രത്യേകിച്ച് ഇറാഖിലും ഖത്തറിലുമൊക്കെയുള്ള, അതായത് ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഹൂതികളുടെ കാര്യത്തിൽ, ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ, ഹമാസിന്റെ കാര്യത്തിലുമൊക്കെ അവരൊക്കെ ഏറെക്കുറെ ദുർബലമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊക്കെ പൂർണ്ണമായി നിർവീര്യമാക്കപ്പെട്ട സേനകളല്ല, മിലീഷ്യ അല്ല. അതുകൊണ്ട് ഏത് തലത്തിലും ഇറാന് വേണമെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഹോർമസ് കടലിടുക്ക് അടയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യവും മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നേരത്തെ ഓർക്കുന്നുണ്ടാവും 2020 ഇറാന്റെ സൈന്യാധിപനായിട്ടുള്ള അല്ലെങ്കിൽ കമാൻഡറായിരുന്ന ഖാസിം ഹൊസൈനിയെ ബാഗ്ദാദിലെ കോൺവോയ് ആയിട്ട് ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ അമേരിക്ക ഗൈഡഡ് മിസൈൽ അയച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഇറാഖിലെ അമേരിക്കയുടെ സേനാ താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. എന്ന് മാത്രമല്ല ഒരു കപ്പലിന് കേടുപാട് പറ്റി ചിലർ കൊല്ലപ്പെടുകയും ചെയ്തു, അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു അടി വരുമെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാനിൽ നിന്ന് സൈനികരല്ലാത്തവർ മാറി നിൽക്കണം, അവർ മടങ്ങിപ്പോകണമെന്ന് അമേരിക്ക ഒരു ആഴ്ച മുമ്പേ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കബളിപ്പിക്കുകയായിരുന്നു. 2 ആഴ്ച സമയം എന്നൊക്കെയുള്ളത് കബളിപ്പിക്കലായിരുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കൃത്യമായി ടാർഗറ്റഡായിട്ട് നടത്തിയ ഒരു ആക്രമണമാണിത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ബങ്കർ ബസ്റ്റർ ബോംബ് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് 30,000 പൗണ്ട് ഉള്ളതും B2 ബോംബർ മാത്രമേ അത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായി തീരുമാനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചടി വരുമെന്നറിയാം. പക്ഷേ തിരിച്ചടിയിൽ വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇറാനുമായിട്ട് യുദ്ധത്തിലല്ല, ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് ന്യൂക്ലിയർ പ്രോഗ്രാമിനെയാണ്. എന്നുവെച്ചാൽ അവിടുത്തെ ആണവ പദ്ധതിയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്, അല്ലാതെ ഞങ്ങൾക്ക് ഇതില്ല. അതുകൊണ്ട് ഞങ്ങളോട് സമാധാനം പാലിക്കുന്നതാണ് നല്ലത്. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമായി തിരിച്ചടിക്കും എന്ന് പറയുമ്പോൾ അമേരിക്ക എന്തോ വായിക്കുന്നുണ്ട്. അത് നേരിട്ടുള്ള അടി തന്നെ ആയിരിക്കണമെന്നില്ല. അമേരിക്കക്കാരെ നേരത്തെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ സംഭവങ്ങളടക്കം നമുക്കറിയാം. അവരുടെ എംബസികൾക്ക് നേരെ ആക്രമണം നടക്കാം, ചാവേർ ആക്രമണം ഉണ്ടാവാം. മിലീഷ്യാസ് ഉണ്ട്, ഹമാസ് ഉണ്ട്, ഹെസ്ബുള്ളയുണ്ട്, ഹൂതികളുണ്ട്. അവരൊക്കെ എന്താ പറയുക മുറിവേറ്റ സിംഹങ്ങളായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഇനിയും അവർ ഈ തരത്തിലുള്ള ഗറില്ല വാർഫെയർ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ദ മോസ്റ്റ് ഡേഞ്ചറസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷൻ ഇൻ ദ വേൾഡ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗോപികൃഷ്ണൻ, ഇത് ഒരു നടക്കി പോവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം കൂടി ഗോപികൃഷ്ണൻ, ഇറാഖിൽ ആക്രമിച്ചപ്പോൾ ഏതാനും ആഴ്ച കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. 9 വർഷമെടുത്തു. 4000 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, 1 ലക്ഷം ഇറാഖി പൗരന്മാർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ അതുപോലെ തന്നെ ആകെ അവരെ കീഴ്പ്പെടുത്തി നിൽക്കാൻ പോയിട്ട് 20 വർഷം അവിടെ അമേരിക്കയ്ക്ക് അവിടെ കാവൽ നിൽക്കേണ്ടി വന്നു. പിന്നെ അവസാനം താലിബാനെ ഏൽപ്പിച്ചിട്ട് അവർ എന്താ പറയുക ജീവൻ രക്ഷിച്ച് ഓടി വരേണ്ടി വന്നു. ഈ അവിടെ ചാവേർ ആക്രമണം അടക്കമുണ്ടായി. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറാൻ എന്ന സ്റ്റേറ്റ് കൂടുതൽ ശക്തമായിരിക്കുന്നു, അവരുടെ കൂടെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നു എന്നാണ് റഷ്യ അടക്കം പറയുന്നത്. ശരി പി ജെയിംസ്, ഞാൻ വരാം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ അമീർ പിച്ചനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം IAEA അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ NPT നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഡോക്ടർ അമീർ പിച്ചൻ, യു ആർ അവർ സ്പെഷ്യൽ ഗസ്റ്റ് ടുഡേ. പ്രത്യേകിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർ, ഇതിലെ ഇറാനിയൻ ആണവോർജ സംഘടന
ഈ സംഭവങ്ങൾക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സഹകരണത്തോടു കൂടിയാണ് അമേരിക്ക ഈ നിയമവിരുദ്ധ നടപടി എടുത്തിട്ടുള്ളതെന്നാണ്. പക്ഷേ ഇറാൻ പറയുന്നു, IAEA പറയുന്നു, ഒരു ആണവ വ്യാപനത്തിനുള്ള സാധ്യതയും അവിടെ ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ലീക്ക് ചെയ്യാനുള്ള സാധ്യതകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ മാത്രമല്ലല്ലോ സാർ, ഫൊർദായിലേക്ക് അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ ആക്രമണവും നടന്നിട്ടുണ്ട്. അതായത് ടൊമോഹക് ക്രൂയിസ് മിസൈലുകൾ 30 എണ്ണമാണ് അമേരിക്ക അവിടെ വർഷിച്ചത്. ഇതൊക്കെ ഈ ആണവ നിലയത്തെ അപകടപ്പെടുത്തുന്ന ഒന്നായി നമ്മൾ കാണേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ പലരും സംശയിക്കുന്നത് പോലെ ഇത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ നയിക്കുന്ന, അതിന് ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവമായി മാറുന്നുണ്ടോ? അത്രമാത്രം ഗൗരവമുള്ളതല്ലേ സർ ഈ വിഷയം? താങ്ക് യു ഗോപികൃഷ്ണൻ, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഇതിൽ ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആക്രമണത്തിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ആ റിസ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് നേരത്തെ ചോദിച്ച മാതിരി ആണവ റേഡിയേഷൻ റിസ്ക്. ഈ റേഡിയേഷൻ റിസ്ക് ഈസ് ദ ബിഗ്ഗസ്റ്റ് റിസ്ക്. ആ റേഡിയേഷൻ റിസ്ക് ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ട് ഫോർദോ ന്യൂക്ലിയർ റിയാക്ടർ ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നതാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിരുന്നുള്ളത് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ഒക്കെ പോയിട്ട് അവിടെ ആ സിറ്റുവേഷൻ കണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ആ പ്രദേശത്ത് അതിന്റെ കൺസ്ട്രക്ഷനും മറ്റതും മറിച്ചൊക്കെ മനസ്സിലാക്കിയിടത്തോളം ആ ബോംബ് വർഷിച്ചു കഴിഞ്ഞാൽ ആ മലയിടുക്കുകളിൽ കുടുങ്ങിയിട്ട് ഈ സെൻട്രിഫ്യൂജ് സിസ്റ്റം നശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ പുറത്തു വരാനുള്ള സാധ്യതകൾ കുറേയധികം കുറവാണെന്ന് പറയാം. പക്ഷേ അത് ബിക്കോസ് അത് 90 meters ഡൗൺ അണ്ടർ ദ എർത്ത്, അണ്ടർ ദ റോക്സ് ആണ് ഈ ഫോർദോ പ്ലാന്റ് ഉള്ളത്. അതുകൊണ്ട് റേഡിയേഷൻ സാധ്യത കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ആ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ എക്സ്പേർട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇറാനിയൻ എക്സ്പേർട്സോ അതിന് പറയാനുള്ള ഒരു കാരണം. രണ്ടാമതായിട്ട് ഇപ്പോ അതേമാതിരിയല്ല ഇവിടെ ഈ നെഥാൻസ് പ്ലാന്റ് 9 meter താഴത്തുള്ളൂ. പക്ഷെ അവിടെയും അധികം റേഡിയേഷൻസ് ഇതിനു മുമ്പ് അറ്റാക്ക് നടന്ന സമയത്ത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അവർ നിരീക്ഷണ പ്രകാരം റേഡിയേഷൻ പുറത്തു പോയിട്ടില്ല. അതിന് അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വാസ് പ്രിപ്പയറിംഗ് ഫോർ ദിസ് കൈൻഡ് ഓഫ് എ തിങ് ലോങ് ടൈം അഗോ. അപ്പൊ അതുകൊണ്ട് അവരെ റേഡിയേഷൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ പുറത്തു വരാണ്ടിരിക്കാനുള്ള എല്ലാ വക പ്രിക്കോഷൻസും അതിനുള്ള എല്ലാ വക കരുതലുകളും അവർ മുൻകൂട്ടി എടുത്തിട്ടാണ് ആ ഒരു സംവിധാനം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു സാധ്യത അതിന് വളരെ കൂടുതലാണ്. പക്ഷെ അതേസമയം തന്നെ IAEA ഡയറക്ടർ ജനറൽ കുറച്ച് ദിവസം മുമ്പുള്ള ഒരു പത്രപ്രസ്ഥാനത്തിൽ പറയണ്ടായി, ആ ബഷാറിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇറ്റ് ഈസ് അബവ് ദ ഗ്രൗണ്ട്. അതെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ, ദ ആക്സിഡൻസ് ഡ്യൂ ടു ന്യൂക്ലിയർ റേഡിയേഷൻ വിൽ ബി സോ ഹ്യൂജ്, സോ ഹെവി ആ ഏരിയ മുഴുവൻ. അപ്പൊ അതൊരു ഭയങ്കര എൻവയോൺമെന്റൽ കറ്റാസ്ട്രോഫിയും ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും വളരെ വളരെ സാധ്യതയുള്ള സ്ഥലമാണ് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തത്. ഡോക്ടർ അമീർ പിച്ചൻ സർ, ഞാനൊരു കാര്യം ഇടയ്ക്ക് ചോദിക്കട്ടെ. അതായത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ അമേരിക്കയുടെ സഹകരണം ഇസ്രായേൽ തേടാൻ തന്നെ കാരണം ഇത് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവ പരീക്ഷണങ്ങളെ, ഗവേഷണങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ എത്ര ശക്തമായ കോൺക്രീറ്റ് പാളികളാണെങ്കിലും അതിനെയൊക്കെ പൊട്ടിച്ച് തുളച്ചു കയറി അകത്ത് ചെന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണല്ലോ സാർ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അപ്പോൾ അമേരിക്ക ഇത്രയധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടും ഈ ആണവ നിലയങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? IAEA നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആണവ നിലയങ്ങൾക്ക് ഇപ്പോൾ അവിടെ ബോംബിട്ടിരിക്കുന്നത് ഈ ഫോർദോ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയാണ്. ഈ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അതല്ലാണ്ട് ഒരു റിസർച്ച് റിയാക്ടറോ അല്ലെങ്കിൽ റിസർച്ച് ഫെസിലിറ്റിയോ അല്ല. ആ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ശുദ്ധീകരണം, യുറാനിയം 238 ഐസോട്ടോപ്പ് യുറാനിയം ഫിസൈൽ മെറ്റീരിയൽ ആയ യുറാനിയം 235 എൻറിച്ച്മെന്റ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ സർ? യുറാനിയം എൻറിച്ച്മെന്റ് ആണ് നടക്കുന്നത്. ആ എൻറിച്ച്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് അറേ ഓഫ് സെൻട്രിഫ്യൂജസ് എന്ന് പറയും. ഞാൻ എന്റെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അതിന്റെ ഭാഗത്തേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രേക്ഷകർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വളരെ ലളിതമായി പറയാമല്ലോ സർ. അതായത് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന യുറാനിയം അതിനെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിലിട്ട് കറക്കി അതിൽ നിന്ന് യുറാനിയം 235 മാറ്റിയെടുക്കുന്ന പ്രക്രിയ, അതാണല്ലോ ഈ യുറാനിയം മാറ്റിയെടുക്കുന്ന പ്രക്രിയ. പക്ഷെ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ യുറാനിയം 238 ആണ് അതിൽ ബൾക്ക് മെറ്റീരിയൽ ഉണ്ടാവുക. അത് നോൺ ഫിസൈൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിന് കൂടുതൽ ഫിസൈൽ ആയിട്ടുള്ള യുറാനിയം 235 ഐസോട്ടോപ്പ് മാറ്റിയെടുക്കണം. പക്ഷേ ഇതിനകത്ത് 99.3% യുറാനിയം 238 അതായത് ബാഡ് യുറാനിയാണ്.
0.7% മാത്രമാണ് യുറാനിയം 235 ഐസോട്ടോപ്പ് ഫിഷൽ മെറ്റീരിയൽ ഉള്ളൂ. അപ്പൊ ഇത്രയും ഒരു 0.7 മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാണ്. ഇറ്റ് ഈസ് വെരി ഹൈലി ടൈം കൺസ്യൂമിങ്, ലോങ് ഡേയ്സും മന്ത്സും ഇയേഴ്സും എടുക്കും അത് ശുദ്ധീകരിച്ചെടുക്കാം. അതിന് ഒരു RF സെൻട്രിഫ്യൂജസും അതിന്റെ ടെക്നോളജികളും വേണം. ഈ എൻറിച്ച്മെന്റ് കഴിഞ്ഞാൽ കൂടുതൽ ഇറാനും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കുറെ സിവിലിയൻ യൂസും ഉണ്ട്, അതേ സമയത്ത് അത് വെപ്പണൈസേഷന് മാറ്റുകയും ചെയ്യാം. ഇവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. ആ വെപ്പണൈസേഷന് മാറ്റുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. ഈ ഫെസിലിറ്റീസ് ആണ് ഫോർദോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉള്ളത്, എൻറിച്ച്മെന്റ് ഫെസിലിറ്റി. ആ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയാണ് ഇന്ന് അമേരിക്ക ബോംബിട്ട് തകർത്തു ഒബ്ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ പിക്ചർ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ ഇറാനിയൻ പുറത്തു വിട്ടിട്ടോ അതിന്റെ എത്രത്തോളം അപായം ഉണ്ട് എന്നുള്ള അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ എന്താ പറയുന്നത് വെച്ചാൽ ഓൺലി സർഫസ് ലെവലിൽ ചുരുങ്ങിയ അപകടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല, കൂടുതലും അവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഐ വാസ് ലിസണിങ് ടു US ഡിഫൻസ് സെക്രട്ടറിയുടെ US ഇന്റലിജൻസ് അവിടെ ആർമി ജനറലിന്റെയും ഒരു പ്രസ്താവന 2 മണിക്കൂർ മുമ്പ് അവർ നടത്തി. അവർ അവിടെ പറഞ്ഞത് ഏകദേശം ആ 3 ഫെസിലിറ്റീസിനും ഉണ്ടായിട്ട് 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. 14 ആൻഡ് ദാറ്റ് ഈസ് ടു മെനി. ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് 60 മീറ്റർ വരെ താഴെ പോയിട്ട് അത് ഡ്രില്ല് ചെയ്ത് ആ ബോംബിന്റെ ഇതെന്താന്ന് വെച്ചാൽ അത് ഡ്രില്ല് ചെയ്ത് താഴെ പോയിട്ടാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ദീസ് ഫെസിലിറ്റീസ് ആർ മോർ ദാൻ 90 മീറ്റേഴ്സ് ഡീപ്പ്. അതുകൊണ്ട് 2ഉം 3ഉം ബോംബുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എക്സാക്ട്ലി ഗോയിങ് ത്രൂ ദാറ്റ് വൺ. പക്ഷെ വേറൊരു കാര്യം കൂടി എന്താ പറയാന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ആർ യൂസിങ് ദാറ്റ് ബോംബ് ഇൻ എ വാർഫെയർ. ഇതിനു മുമ്പ് ആ ബോംബുകളൊന്നും ടെസ്റ്റ് ചെയ്തില്ല. ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമാണ് ഇപ്പോഴാണ് അത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് MIT പോലുള്ള സയന്റിസ്റ്റുകൾ പറയണ്ടായി ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്, ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് ഉള്ള കാരണം ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്യാത്ത ഒരു ബോംബാണ് ഉപയോഗിക്കുന്നത്. ആ ബോംബ് ഡെലിവറി ചെയ്യാൻ വേണ്ടി മാത്രമാണ് B-52 B-2 ബോംബേഴ്സ് അവർ നിർമ്മിക്കുന്നത്. പക്ഷെ ഈ 14 ബോംബുകളും ഈ പറഞ്ഞ 3 ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാര്യമായ തകരാറ് വരാൻ സാധ്യതയുണ്ട്. ഇനി റേഡിയേഷൻ എഫക്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് സർ അവിടെയാണ് എന്റെ ഒരു കീ ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് അങ്ങനെയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ബൈ ലോജിക് നമ്മൾ പറയുകയാണ്, ഒന്നിന് പുറകെ ഒന്നായി ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക അവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അത് തുളച്ചു കയറി ആദ്യത്തെ 6 മീറ്റർ പോകുന്നു, അതിനുശേഷം രണ്ടാമത് വരുന്നത് പൂർണ്ണമായ അകത്ത് ചെന്ന് സ്ഫോടനം നടത്തുന്നു എന്നതാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഒരു ആണവ വികിരണത്തിനുള്ള സാധ്യതയില്ലേ? IAEAക്ക് ഈ സംവിധാനങ്ങൾ നിരീക്ഷിക്കാനും അത് പരിശോധിക്കാനുമുള്ള സാഹചര്യം ഇപ്പോഴില്ലേ? എന്തുകൊണ്ടാണ് IAEA ഇതിനോടകം തന്നെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം സുരക്ഷിതമാണെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും സംവിധാനങ്ങളും റേഡിയേഷൻ മോണിറ്ററിംഗ് ഡിറ്റക്ഷൻ എക്യുപ്മെന്റ്സും റേഡിയേഷൻ മോണിറ്ററിംഗ് ഉള്ള സെറ്റപ്പും എല്ലാ ഫെസിലിറ്റീസുകളും ആ ഏരിയയിൽ മുഴുവൻ ഉണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും. പക്ഷെ അവർ പറയുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് എൻ എംപ്ലോയി ഓഫ് ദർ നൗ, ഐ വാസ് വർക്കിംഗ് ദർ ടിൽ റീസെന്റ്. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റേഡിയേഷൻ ഡിറ്റക്ഷൻ അവർ മോണിറ്റർ ചെയ്തിട്ട് പുറത്ത് അധികം പ്രചരണം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ അവർ എത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവര്. ഇനി അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇറ്റ് ഈസ് ടു ഏർലി. ശരി. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് സോ ഡീപ്പ് അണ്ടർഗ്രൗണ്ട് കവേർഡ് ബൈ റോക്സ്, അപ്പൊ അത് ഒന്നിച്ച് ഒരു എൻവയൺമെന്റൽ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു എൻവയൺമെന്റിനകത്ത് ആ ഒരു ബങ്കറിനകത്ത് ചിലപ്പോൾ റേഡിയേഷൻ പുറത്തു പോകാനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വാസ് ആൾവേസ് പ്രിപ്പയറിംഗ് ഫോർ സച്ച് നത്തിങ്. അതുകൊണ്ട് അവർ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട്, മാത്രമല്ല ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ടല്ലോ. അതുമല്ല, അതിനു പുറമെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മുഴുവൻ സുരക്ഷിതമായി. കാരണം ഇത് അവർ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട്, അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഇറാൻ തന്നെ അവകാശപ്പെട്ടത് ഒരൊറ്റ ജീവനക്കാരന് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല, കാരണം എല്ലാവരെയും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിയതാണ്. സാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ബ്രിഗേഡിയർ ശ്രീ മോഹൻ പിള്ളൈ, ഒരു മിനിറ്റ് സാർ, ഞാൻ വരാം. ബ്രിഗേഡിയർ മോഹൻ പിള്ളൈ, ഇനി നമുക്കറിയേണ്ടത്, ഇതുവരെ അമേരിക്ക കാഴ്ചക്കാരനായിരുന്നുവെങ്കിൽ, ഇതുവരെ അമേരിക്ക ഇസ്രയേലിനെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സുഹൃത്ത് മാത്രമായിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക മാറിയിട്ടുണ്ട്. ഇത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുന്നു
എന്ന സൂചനയാണോ അമേരിക്ക കാലെടുത്ത് വെച്ചതോടെ സംഭവിക്കുന്നത്? അമേരിക്കയുടെ ഈ രംഗപ്രവേശനം ഇനി പശ്ചിമേഷ്യയിലെ ഈ സംഘർഷത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ഇത് അമേരിക്കയുടെ ഒരു പ്രോക്സി വാർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം. കാര്യം അമേരിക്ക കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു അമേരിക്കൻ സ്പോൺസേർഡ് വാർ എന്നുള്ള രീതിയിലാണ്, അല്ലെ ഇസ്രയേൽ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു വാറായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. ഗോപി, ഇതിനകത്ത് ഉള്ള ഒരു ഇഷ്യൂ, മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ലാസ്റ്റ് വീക്കിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തത്, അതായത് ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഇസ്രയേൽ വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ ഇറാനെ അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ അതല്ല അതിൻ്റെ കാര്യം. ഒക്ടോബർ 1.5 years ബാക്ക്, ആ ഒക്ടോബർ അറ്റാക്കിന് ശേഷം പാലസ്തീൻ ഇസ്രയേലിൽ ആ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇസ്രയേൽ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഇതിനുള്ള മെയിൻ കാരണം ഇറാനാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ തന്നെ അവർ പറയുകയും ചെയ്തു, ഒരു ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്തതാണിത്, ഇറാനെ അവർ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷേ അവർ അത് വെൽ പ്ലാൻഡ് ആയിട്ട് അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഒരു പക്ഷേ മൊസാദ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കണം ഇറാനിൽ. അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായിട്ടുള്ള സക്സസ് അവർക്ക് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ സയൻറ്റിസ്റ്റ് 1, സയൻറ്റിസ്റ്റ് 2, സയൻറ്റിസ്റ്റ് 3 എന്നുള്ള ആ സീക്വൻസിൽ സയൻറ്റിസ്റ്റുകളെ മാത്രം, അതുപോലെ തന്നെ ആർമി ചീഫ് അല്ലെങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫിനെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ അവർക്കുണ്ടായത്. അത് വളരെ നല്ല രീതിയിൽ നേരത്തെ മുതൽ തന്നെ പ്ലാൻ ചെയ്തു വന്നതാണ്. അപ്പോൾ അതിനെ ആരും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ബാക്കപ്പ് US കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലെവലിലോട്ട് ഈ ടേണിംഗ് പോയിന്റ് ഇത് വന്നത്. പിന്നെ അമേരിക്ക, ഗോപികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ, അമേരിക്ക ഇപ്പോൾ രംഗപ്രവേശം ചെയ്തു എന്ന് പറയുന്നത്, അമേരിക്ക രംഗപ്രവേശം ചെയ്തത് ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ബോംബ്, അത് അവർ ഒരു കാരണവശാലും ഇസ്രയേലിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ജോലി അവർ തന്നെ ചെയ്തത്. കാര്യം ഒരു പക്ഷേ ഇത് ഹാൻഡ് ഓവർ ചെയ്താൽ ഇസ്രയേൽ അവർ വേറുള്ള മറ്റുള്ള ഏരിയയിൽ അത് യൂട്ടിലൈസ് ചെയ്യുമോ എന്നുള്ള അമേരിക്കയുടെ ഭയമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ മാത്രം അവർ ഇതിലോട്ട് ഇറങ്ങിത്തിരിച്ചത്. അതായത് സ്ട്രേറ്റ് അവേ അവർ ഇതിനകത്തോട്ട് എൻട്രി ചെയ്തത്. പിന്നെ ഇതൊരു അതായത് എസ്കലേറ്റ് ചെയ്ത് യുദ്ധമാകുമോ എന്നുള്ളതിന് അതിനകത്തോട്ടുള്ള ചാൻസസ് കുറവാണ്. കാര്യം ഇവിടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിനകത്ത് US സ്പോൺസർ ചെയ്തു എന്നുള്ള രീതിയിൽ ആ US-ന് അവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ന്യൂക്ലിയർ പവർ ആവുന്നതിലോട്ട് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അതിനെതിരായിട്ട് അവർ നീങ്ങുന്നു എന്നുള്ള ആ ഒരു ആംഗിളിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അതിനുവേണ്ടി അവർ ഇത് യൂട്ടിലൈസ് ചെയ്തു. ഇപ്പോൾ ഫോർദോയുടെ കാര്യം പറഞ്ഞു, അത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇറാൻ-ഇറാഖ് വാർ ഉണ്ടായിരുന്ന സമയത്തും ഈ ഒരു ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഫോർദോ എന്ന് പറയുന്നത്. അതായത് ഇറാഖിന് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഇറാൻ്റെ സേഫ് ഷെൽട്ടർ, അവരുടെ സൈനിക ക്യാമ്പായിരുന്നു ഈ ഫോർദോ എന്ന് പറയുന്ന സ്ഥലം. അതാണ് പിന്നീട് യുറേനിയം എൻറിച്ചിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അതവർക്ക് നേരത്തെ തന്നെ അറിയാം ഈ പർട്ടിക്കുലർ സ്പോട്ട് എന്ന് പറയാം. അത് വളരെയധികം സേഫ് ആൻഡ് സൗണ്ടാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള പാറക്കെട്ടുകൾക്ക് ഉള്ളിൽ ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ അവിടെ യുറേനിയം എൻറിച്ച്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അത് ഇപ്പം പ്രീവിയസ് ഡിബേറ്റർ ഓൾറെഡി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതെല്ലാവർക്കും അറിയാം. കാര്യം ഈ ഇറാൻ അല്ലെങ്കിൽ ഇസ്രയേൽ അമേരിക്ക എയിം ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തന്നെ ആയിരിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ഒരു കാരണവശാലും അവിടെ ആ സാധനങ്ങൾ അവിടെ സൂക്ഷിക്കുകയില്ല. അത്ര മണ്ടത്തരം ഒരിക്കലും ഇറാൻ കാണിക്കത്തില്ല എന്ന് നമ്മൾ അതിനകത്ത് കാണണം. പിന്നെ ഇതിനകത്തോട്ട് എസ്കലേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒന്നുകൂടി നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറാന് നേരത്തെ തന്നെ ആകാമായിരുന്നു. കാര്യം വെരി ക്ലോസ് വിസിനിറ്റിയിൽ തന്നെയാണ് ഇറാഖ് ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ബഹ്റിനാണെങ്കിലും ഒക്കെ US-ന്റെ കൂടുതൽ ബേസും അതുപോലെ തന്നെ അവരുടെ സോൾജിയേഴ്സും അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റും ഉള്ള വളരെ അടുത്ത ചുറ്റിനും ഉള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ അറ്റാക്ക് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. ഈ ലോകത്തെ, അതായത് ഇത് കൂടുതൽ വൈഡ് സ്പ്രെഡ് ആക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അവർക്കത് തിരിച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ അവരത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. കാരണം ഇത് പ്രഷർ വീണ്ടും കൊടുക്കുക. ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം
ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കൊരു ഇത് സീസ് ഫയർ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്ത് അവരെ ഒതുക്കാം എന്ന് വിചാരിക്കേണ്ട. കാര്യം 6 ലക്ഷത്തോളം സൈനികരാണ് ഈ ഇറാനുള്ളത്. അപ്പം അവർക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് വളരെ നാളുകൾ ലോങ് പീരീഡിൽ അവർക്ക് യുദ്ധം ചെയ്ത് സർവൈവ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്താണ്? അതായത് ഒരു ബൊംബാർഡ്മെന്റ് പോളിസി ബൈ എയർ മിസൈൽസ് അറ്റാക്കുകൾ മാത്രമാണ് നടന്നിട്ടുള്ളതും. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന ആ മഹാരാജ്യത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ എവിടെയൊക്കെ അമേരിക്ക ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അമേരിക്കയ്ക്ക് കൈപൊള്ളി തിരിച്ചു പോയിട്ടുള്ള ഒരു ഹിസ്റ്ററി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ ട്രംപ് ഫേസ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിന്റെ കൺസെന്റ് ഇല്ലാതെയാണ് ഈ അറ്റാക്കിലോട്ട് പോയത് എന്നുള്ള ഒരു പോയിന്റ് കൂടെ നമ്മൾ നോക്കണം. അപ്പൊ അതിന് അവിടെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇതിനെതിരായിട്ടൊരു പ്രതിഷേധം ഉണ്ട്. US കോൺഗ്രസിന്റെ കൺസെന്റ് ഇല്ലാതാണ് ആ പ്രസിഡന്റ് ഏകപക്ഷീയമായി ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കാണണം. സീനിയർ റിപ്പബ്ലിക്കൻസിനെ മാത്രം വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒരു കൺസെന്റും ഇല്ല. ഈവൻ ദേ വർ നോട്ട് ഇൻഫോംഡ്. യെസ്. അപ്പം ആ ഒരു ആംഗിളിൽ ഇതിനെ കണ്ടേ പറ്റുള്ളൂ. കാര്യം ഇതിനകത്ത് ഗോപികൃഷ്ണൻ, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഈ ഇഷ്യൂ ഇതൊന്നുമല്ല. ഈ ജൂതന്മാരും അറബ്സും തമ്മിലുള്ള ഒരു ഇഷ്യൂ അല്ല. ഈ ഇഷ്യൂ അത് ബേസിക്കായിട്ട് ഒരു ഫണ്ടമെന്റലായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഇവിടെ മെയിനായിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഈ വൺ മാൻ ഷോ നടത്തുന്ന ഡൊണാൾഡ് ട്രംപാണ്. അതായത് ഇത് യുദ്ധം നിർത്തണമെങ്കിലോ ഇത് എസ്കലേറ്റ് ചെയ്യണമെങ്കിലോ അല്ലാതെയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ട്രംപ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് മെയിനായിട്ട് ഈ പശ്ചിമേഷ്യയിൽ ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ്. അതുപോലെ എൻ്റെ ഇമ്പോർട്ടൻസ് ഐ ആം ദ സീനിയർ, അതായത് ലൂയി ദ 14 എന്ന് പറഞ്ഞ ഐ ആം ദ കിങ് എന്നുള്ള രീതിയിൽ പറയുമല്ലോ, ഞാനാണ് എല്ലാം എന്ന് പറയുന്ന മാതിരി ഒരു ഏകാധിപതി, അത് ലോകത്തിൻ്റെ തന്നെ ഒരു ഏകാധിപതിയാകുവാനുള്ള ഒരു ത്വര, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസയർ, അത് ആ ഒരു അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഈ ക്യാരക്ടറാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുഖ്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ശരി സർ, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഒന്നുകൂടി ഈ കാര്യങ്ങൾ പരിശോധിക്കാം. നമ്മളോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ജയപ്രസാദ് സാർ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ജയപ്രസാദ്, ഇനിയിപ്പോൾ ഈ മറ്റ് ലോകരാജ്യങ്ങൾക്ക്, അതായത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഫ്രാൻസിനും ജർമ്മനിക്കുമൊക്കെ, അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ GCC കൺട്രീസിന്, ഇവർക്കൊക്കെ ഇതിൽ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ? ഈ സമാധാനം കൊണ്ടുവരേണ്ടുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനുള്ളത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ആണവ വികിരണം സംബന്ധിച്ച് ആണവ വ്യാപനത്തിന് എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടെങ്കിൽ അത് തടയിടേണ്ട അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി മാറി നിൽക്കുക മാത്രമാണോ ചെയ്യാനുള്ളത്? ഇങ്ങനെ ഒരുപിടി ചോദ്യങ്ങൾ അമേരിക്കയും ഇസ്രയേലും ഏകപക്ഷീയമായി ഈ യുദ്ധസമാനമായ സാഹചര്യം തുടങ്ങി വെക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഡോക്ടർ ജയപ്രസാദ്, ഇവിടെ ഇറാൻ പറയുന്നത് ഇത് ഇനിയിപ്പോൾ നമ്മുടെ ഊഴമാണ്. കാരണം അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു, സംഘർഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി ഇത് നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ പിൻവാതിലിലൂടെ ചർച്ചയ്ക്കും അനുനയത്തിനുമൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ സഹകരിക്കുന്നില്ല, ഞങ്ങൾ ഇനി യുദ്ധത്തിൻ്റെ വഴിയിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇറാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ആദ്യത്തെ നടപടി വന്നു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ലോകത്തെ ഈ എണ്ണ കൊണ്ടുവരുന്നതിൽ 1/5 ആ പാതയിലൂടെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്തായിരിക്കും എന്നതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് താങ്കൾ കരുതുന്നു? ലോകരാഷ്ട്രങ്ങൾക്ക് നോക്കി നിൽക്കുക മാത്രമാണോ അവരുടെ മുന്നിലുള്ള വഴി? ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു 3ാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു സാധ്യതയും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇറാൻ ഈ യുദ്ധത്തിൽ കഴിഞ്ഞ 10 ദിവസമായിട്ടാണ് ഇറങ്ങിയതെന്ന് പറയുന്നത് ശരിയല്ല. കാരണം 2023 ഒക്ടോബർ 7 ആക്രമണം തന്നെ അന്ന് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രംഗത്ത് ഇറാൻ്റെ പ്രോക്സികൾ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങൾ, ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ളയും ഹൂതീസും യമനിലെ, വളരെ ആക്റ്റീവായിട്ട് ഇറാൻ്റെ പൂർണ്ണ സഹകരണത്തോടെ തന്നെയാണ് ഈ യുദ്ധരംഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രത്യേകത, കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇത് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വന്നു. അപ്പോൾ ഇറാൻ വളരെ നേരത്തെ തന്നെ ഫീൽഡിലുണ്ട് പ്രോക്സികളിലൂടെ. അതിന് സമാന്തരമായിട്ട് അമേരിക്കയുടെ പിന്തുണയിൽ ആണ് ഇസ്രയേൽ മുന്നേറിയത്. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതല്ല. അപ്പോൾ ഏതാണ്ട് 2023 ഒക്ടോബർ മുതൽ ആണ് യുദ്ധമാണെങ്കിൽ അതിന് മുമ്പ് തന്നെ അമേരിക്ക 1979 ഏപ്രിൽ മാസത്തിൽ
ഈ ഇസ്ലാമിക റവല്യൂഷൻ ഉണ്ടായ കാലം മുതൽ അമേരിക്കയുടെ കണ്ണിലെ കരടാണ് ഇറാനിലെ ഭരണകൂടം. അപ്പോൾ മാത്രമല്ല അറബി ലോകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ 57 അംഗരാജ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും വാക്കുകൾ കൊണ്ട് ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞതിനപ്പുറം യമൻ എന്നുള്ള ഒരു രാജ്യം ഒഴിച്ചു കഴിഞ്ഞാൽ, യമൻ തന്നെ നമുക്കറിയാം ഹൂതികളുടെ ഭാഗത്തുള്ള യമനാണ്, അവരൊഴിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യവും ഇറാന് പിന്തുണ എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലായിട്ടുള്ള പിന്തുണ നൽകാൻ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പാകിസ്ഥാനും നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെക്കാളും അവിടെ പവറുള്ള അവിടുത്തെ സേനാധിപതി വാഷിങ്ടണിൽ വരുന്നത്. അപ്പം ട്രംപിൻ്റെ വിരുന്ന് കഴിഞ്ഞ് വരുന്നത്. അപ്പം പാകിസ്ഥാൻ്റെ തന്നെ ഒരു സപ്പോർട്ട് അസിം മുനീർ, അത് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് പാകിസ്ഥാൻ്റെയും കൂടെ എന്തായാലും അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ടാവും. അത് ഇനി വരുന്ന ആളുകളായിരിക്കും നമുക്ക് അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തെ നമ്മൾ കാണേണ്ട കുറച്ചുകൂടി വിപുലമായ തരത്തിലും, അതായത് ഹമാസ് ഇസ്രയേൽ എന്നുള്ള യുദ്ധത്തെക്കാൾ ഉപരി ഇതിൽ ഒരു 4.5 പതിറ്റാണ്ടിൻ്റെ അമേരിക്കയുടെ കാത്തിരിപ്പിൻ്റെ ഒരു ഫൈനലാണ് ഇപ്പോൾ വരുന്നത്. ഇനി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലേക്ക് കോൺഗ്രസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. അമേരിക്ക വാർ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ മാത്രമാണ് കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത്തരം ഇൻ്റർവെൻഷൻ അമേരിക്കയ്ക്ക് പല ലോക സമൂഹങ്ങളിൽ പല സമയത്തും അമേരിക്ക ഇടപെടാറുണ്ട്. അത് അതാത് സമയത്ത് ഡോക്ടർ ജയപ്രസാദ്, അവിടെ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് മറ്റൊരു രാജ്യത്തിന്റെ ആണവ നിലയം ലക്ഷ്യമാക്കി ഇതുവരെ അമേരിക്ക ഒരു യുദ്ധമുഖത്ത് പ്രയോഗിച്ചിട്ടില്ലാത്ത ബങ്കർ ബസ്റ്റർ പോലെയുള്ള ഒരു ആയുധം പ്രയോഗിക്കുമ്പോൾ കോൺഗ്രസിന് വിശ്വാസത്തിലെടുക്കണ്ടേ? അല്ല, അത് നമ്മൾ ടെക്നിക്കലായിട്ട് പറയുമ്പോൾ അതിൻ്റെ വിഷയമല്ല. രാജ്യത്തിനകത്ത് അമേരിക്കയുടെ ഇടപെടൽ നമുക്കറിയാമല്ലോ. ഈ 2001 ശേഷം ഈ പശ്ചിമേഷ്യയിൽ തന്നെ അമേരിക്കയുടെ ഇടപെടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാഖിൽ, സിറിയയിൽ, അതുപോലെ ലിബിയയിൽ തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലും അമേരിക്കൻ ഇടപെടലുണ്ട്. അഫ്ഗാനിസ്ഥാൻ കൂടാതെ, ഞാൻ അഫ്ഗാനിസ്ഥാനിലെ മാറ്റി നിർത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ നിരന്തരമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണേണ്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇറാന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടിയിരുന്ന സിറിയ ഇന്ന് പൂർണ്ണമായിട്ട് ഇറാൻ്റെ ഭാഗത്തല്ല. അസദിൻ്റെ ഭരണം അവസാനിച്ചതോടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് നഷ്ടപ്പെട്ടു. മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ പഴയ സോവിയറ്റ് യൂണിയനിലെ റഷ്യ ഏതാണ്ട് 1945 മുതൽ റഷ്യക്ക് അവിടെ ഉണ്ടായിരുന്ന സിറിയയിലുണ്ടായിരുന്ന സൈനിക താവളം അടച്ചുപൂട്ടി. മാത്രമല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഇടപെടാൻ റഷ്യക്ക് കഴിയില്ല. ഉക്രൈൻ വിഷയത്തിൽ റഷ്യ കഴിഞ്ഞ 3 വർഷമായി നിൽക്കുന്നു. ചൈനയും അതുപോലെ തന്നെയാണ്. ചൈനയുടെ നമ്മളിപ്പോൾ ഗ്ലോബൽ ടൈംസിൽ ഇന്ന് വന്നിട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ നോക്കുമ്പോഴും അറിയാം, വളരെ നമ്മളെ ഇന്ത്യയെ പോലെ തന്നെ വളരെ ഡിപ്ലോമാറ്റിക് തരത്തിലുള്ള പ്രതികരണങ്ങൾക്കപ്പുറം ഒരു ഭൗതികമായി ഈ യുദ്ധത്തിൽ ഇടപെടാൻ ഒരു വൻശക്തി രാജ്യവും തയ്യാറാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യം. ഇതേ സാഹചര്യത്തിലൂടെയല്ലേ ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടായപ്പോൾ ഇതുപോലെ തന്നെയല്ലേ ഇറാൻ ആ സമയവും കൈകാര്യം ചെയ്തത്? ഇറാനെ സംബന്ധിച്ച് ചരിത്രത്തിലുടനീളം ഇറാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ പിന്തുണയിലോ ഏതെങ്കിലും ഒരു വൻ ശക്തിയുടെ അനുഗ്രഹാശിസ്സുകളിലോ ആയിരുന്നില്ല ഇറാന്റെ പട മുഴുവൻ നയിച്ചിരുന്നത്. അത് ആ രാഷ്ട്രം തന്നെ അവർ തന്നെ ആർജിച്ചെടുത്ത അവരുടെ ആക്രമണോത്സുകത കൊണ്ടും ഒക്കെ തന്നെ സംഭവിച്ചതാണ്. അവിടെ അല്ലെങ്കിൽ തന്നെ ആ ഗൾഫ് മേഖലയിൽ ഒറ്റപ്പെട്ട രാജ്യമാണ് ഇറാൻ, ഒരു ഷിയ രാജ്യം എന്ന നിലയിൽ. അപ്പോൾ ഇറാന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഇതിലും വലിയ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നിട്ടുണ്ട്. ഇറാഖിനെ ആക്രമിച്ചതുപോലെ, ബഗ്ദാദിൽ ആക്രമണം നടത്തിയതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ നടത്തിയതുപോലെ, ലിബിയയിൽ നടത്തിയതുപോലെ അമേരിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ ഇറാനിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാനിതിൽ കരുതുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറാൻ ഇറാഖ് വാർ, ഏതാണ്ട് 10 വർഷത്തോളം നീണ്ട വാറെന്ന് പറയുന്നത് പരമ്പരാഗത യുദ്ധമാണ്. 2 അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ യാതൊരു അതിർത്തി പങ്കിടുന്നില്ല. 2500 കിലോമീറ്റർ ഡിസ്റ്റൻസ് കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നോളജിയാണ് ഈ യുദ്ധത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഇറാൻ ഇറാഖ് വാറിൽ വളരെയധികം അവിടെ അന്നും ഇറാനിലെ വളരെ കുഞ്ഞു കുട്ടികളെ വരെ അവർ രംഗത്തിറക്കിയിരുന്നു. ആ ലെവലിലേക്ക് പോയ പരമ്പരാഗത യുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറാൻ ഇറാഖ് വാറും ഇറാനിന് ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തിൽ ഇറാൻ നടത്തിയിട്ടുള്ള വാർ നമ്മൾ ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതെന്ന് പറയുന്നത് ടെക്നോളജിയാണ്. അപ്പോൾ ഈ ടെക്നോളജിയിൽ നമുക്കറിയാം ഇസ്രയേൽ എങ്ങനെയാണ് ഇറാനെ കൈകാര്യം ചെയ്തത്. ഇപ്പം യഥാർത്ഥത്തിൽ ഇറാൻ്റെ ശത്രുക്കൾ ഇറാനകത്താണ്. ഇപ്പോൾ ഇറാനിൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, മനുഷ്യാവകാശ ലംഘനങ്ങളെല്ലാം നടത്തുന്ന ഒരു ഭരണകൂടത്തിന് അത് സംഘടിതമല്ല. അവരെ പൂർണ്ണമായിട്ടും തച്ചുടച്ച് കഴിഞ്ഞു. അപ്പോൾ ആ വിഭാഗങ്ങളുടെ എല്ലാം തന്നെ മാനസിക പിന്തുണ ഇന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ
കാര്യങ്ങളിലും ഇൻഫർമേഷൻ, അപ്പം നമ്മളറിയാം മോഡേൺ യുഗത്തിൽ ഇൻഫർമേഷനാണ് ഏറ്റവും വലിയ ആയുധം. ഈ ഇൻഫർമേഷൻ, ഇറാനകത്തുള്ള സകല ഇൻഫർമേഷനും ഇറാനിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. അതുകൊണ്ടൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ശക്തിയല്ല ഇറാൻ ആഭ്യന്തരമായിട്ട്. ശരി. അപ്പം ഇറാൻ്റെ ശത്രുക്കൾ ഇറാനകത്ത് തന്നെയാണ്. മാത്രമല്ല മുൻ കിരീടാവകാശി ഉൾപ്പെടെ ഉള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ഇത് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഡോക്ടർ ജയപ്രസാദ് സാർ, അതിനകത്ത് എനിക്ക് മറുവാദങ്ങൾ പറയാൻ ധാരാളമുണ്ട്. ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഇറാനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, കുഴപ്പമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇസ്രയേലിനകത്ത് നെതന്യാഹു ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവിടുത്തെ ജനതയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? പിന്നെ താങ്കൾ പറഞ്ഞത് ടെക്നോളജിക്കൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധമുഖത്തെക്കുറിച്ചാണ്. ശരിയാണ്, ഇറാഖിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും ഒക്കെ അത് അതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ കര യുദ്ധം നടന്നിരുന്നു. കരസേനയ്ക്കെത്തി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞ ഘട്ടത്തിലാണ് അതൊക്കെ ആ യുദ്ധങ്ങളൊക്കെ വിജയം കണ്ടത്. ഇത് ആകാശമാർഗത്തിൽ മാത്രം നടക്കാൻ പോകുന്ന യുദ്ധമാണ്. അവിടെ ടെക്നോളജി വളരെ വലിയ കാര്യം തന്നെയാണ്. അവിടെയാണ് ഈ അയൺ ഡോമും എയ്റോ 1, എയ്റോ 2, എയ്റോ 3, പിന്നെ അതിന് പുറമെയുള്ള താഡ്, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ഇപ്പോൾ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ പലയിടങ്ങളിലും പതിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആഭ്യന്തര കുഴപ്പങ്ങൾ. ഇറാൻ വലിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സംസ്കാരം പങ്കിടുന്ന ഒരു ജനതയാണ് ഇറാനിലേത്. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളും താങ്കൾ പറയുന്നത് പോലെ അവിടുത്തെ ലിബറൽ ചിന്താഗതിക്കാർ അനുഭവിക്കുന്ന ശ്വാസമുട്ടലും ഒക്കെ ഉള്ളപ്പോഴും ഒരു രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവർ ഒറ്റ മനസ്സിൽ അണിനിരക്കില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്ന ശ്രീ പി ജെയിംസിലേക്ക് ഞാൻ തിരിച്ചു വരും. പി ജെയിംസ്, ഈ പറഞ്ഞ കാര്യം, അതായത് ഇറാൻ ശിഥിലമാക്കപ്പെട്ട ഒരു രാജ്യമാണ്, ഇത് അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമാണ്, ഇറാന് ആരുടെയും പിന്തുണയില്ല, അതുകൊണ്ടൊരു ഭരണമാറ്റത്തിലേക്ക് എത്താനുള്ള സാധ്യത ഡോക്ടർ ജയപ്രസാദ് സാർ ഈ ചർച്ചയിൽ കാണുന്നുണ്ട്. അതിനുള്ള താങ്കളുടെ മറുപടിയും വിലയിരുത്തലുമാണ് എനിക്കിനി വേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം പി ജെയിംസ്, ഇവിടെ വിദേശകാര്യ വിദഗ്ധൻ, നയതന്ത്ര വിദഗ്ധൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്, ഡോക്ടർ ജയപ്രസാദ് നമ്മളോട് പറഞ്ഞത്, ഇറാൻ ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ നേരിടുന്ന ശിഥിലമാക്കപ്പെട്ട ഒരു രാജ്യമാണ്. രണ്ടാമതായി, അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ലോകരാഷ്ട്രങ്ങളുടെ ആരുടെയും പിന്തുണ ഇറാനില്ല, ഇറാൻ ആ മേഖലയിൽ എന്നല്ല, ഈ വിഷയത്തിൽ ലോകത്തൊന്നാകെ ഇറാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇറാഖിൽ സംഭവിച്ചതുപോലെ, ലിബിയയിൽ സംഭവിച്ചതുപോലെ, അതുപോലെ നമ്മുടെ അഫ്ഗാനിൽ സംഭവിച്ചതുപോലെ ഈ പോരാട്ടം അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ഒരു ഭരണമാറ്റത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ്. ഈ അഭിപ്രായം താങ്കൾ പങ്കുവെക്കുമോ? ഡോക്ടർ ജയപ്രസാദ് സാറ് പറഞ്ഞ കാര്യങ്ങളോട് ഒരു ഭാഗികമായി ഞാൻ യോജിക്കുന്നു, പക്ഷെ ഒരു ഭാഗികമായി ഞാൻ വിയോജിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ എന്നുള്ള രാജ്യത്തെ വിലയിരുത്തുമ്പോൾ അവിടെ 8,80,00,000 ജനങ്ങളുണ്ട്. നേരത്തെ ഡോക്ടർ മോഹൻ പിള്ള പറഞ്ഞ പോലെ 8 ലക്ഷം ആർമിയുണ്ട്, 3.5 ലക്ഷത്തോളം റിസർവ് സേനയുണ്ട്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഏറ്റവും ശക്തമായ സൈനിക രാഷ്ട്രമാണ്. അപ്പോൾ അവരെ ഈ കൺവെൻഷണൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം, റഷ്യക്ക് യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ വേണ്ടി വന്നപ്പോൾ 10,000-കണക്കിന് ഷഹേദ് ഡ്രോൺസ് കൊടുത്തത് ഇറാനാണ്. ഇറാൻ സമ്പന്നമാണ്. ഇനി അവിടെ നിന്ന് ഒരുപക്ഷെ തുർക്കിയിൽ നിന്ന് പോലും സഹായം വരും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞു, ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കാത്തതിൻ്റെ കാര്യം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംഭവവികാസം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അല്പം വൈകിയാണെങ്കിലും റഷ്യ പ്രതികരിച്ചിരിക്കുന്നു. അമേരിക്ക കാണിച്ചത് ശുദ്ധ പോക്കിരിത്തരമാണ് എന്ന് റഷ്യക്ക് പറയേണ്ടി വന്നിരിക്കുന്നത്. കാരണം റഷ്യക്ക് തള്ളി പറയാൻ പറ്റില്ല ഇറാനെ. കാരണം ഇറാൻ ഉക്രൈൻ യുദ്ധത്തിൽ നൽകിയ സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒറ്റ ദിവസത്തേക്ക് വേണ്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധത്തിനിടയിൽ അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കാണാൻ വേണ്ടി ഇറാനിൽ വന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, വേണ്ടി വന്നാൽ ആണവായുധങ്ങൾ ഇറാന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുമെന്നുള്ള രീതിയിൽ റഷ്യയിൽ നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കൊടുക്കില്ലായിരിക്കും, പക്ഷേ ആ തരത്തിൽ അതിനെ കാണണം. ചൈനയ്ക്ക് അങ്ങനെ തള്ളി പറയാൻ പറ്റുമോ? ചൈനയുടെ വ്യാപാര പങ്കാളിയാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഓയിൽ ഇറാനിൽ നിന്ന് വാങ്ങുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ഇപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും വ്യാപാരം, മറ്റ് ജോഗ്രഫിക്കൽ ഇത് വെച്ചുകൊണ്ട് അമേരിക്ക ഇവിടെ പറഞ്ഞ പോലെ ട്രംപ് ഏകപക്ഷീയമായി ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥ ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ട്രംപിനെ പിടിച്ചു കെട്ടണം എന്നുള്ള ചിന്ത ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. എന്നാൽ ട്രംപിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോകാൻ താല്പര്യം കാണില്ല. അതുകൊണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്നുള്ളത് ശരിയല്ല. വടക്കൻ കൊറിയയും അപ്പുറത്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപക്ഷെ തുറന്ന യുദ്ധത്തിലേക്ക് വരില്ലായിരിക്കും, പക്ഷേ ഇറാന് ഒളിവിൽ
അണ്വായുധം കൊടുക്കുന്നൊരു അവസ്ഥ ഉണ്ടായാൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അണ്വായുധങ്ങളെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ അണ്വായുധങ്ങൾ ഉള്ളത് റഷ്യയുടെ കയ്യിലാണ്. 5488 അണുവായുധങ്ങളുണ്ട്. കാരണം സോവിയറ്റ് യൂണിയനിലെ എല്ലാ റിപ്പബ്ലിക്കുകളിൽ നിന്നും യെൽസിൻ അത് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇവൻ ഉക്രൈൻ്റെ അണുവായുധങ്ങൾ വരെ റഷ്യ വാങ്ങിച്ചു കൂട്ടിയിരിക്കുക. രണ്ടാം സ്ഥാനത്ത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 5177. രണ്ടു പേരും കൂടി 90% അണുവായുധങ്ങൾ ക്യാരി ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ കുറച്ച് കാണേണ്ട എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ ഭരണമാറ്റത്തെക്കുറിച്ച് ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ ഒരു വാദം ഒരു പകുതി വരെ ശരിയെന്ന് വെക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടന്നതാണ്. മക്സാമിനി എന്ന 22-കാരിയെ അവിടുത്തെ സദാചാര പോലീസ് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ 2.5 വർഷം നീണ്ടുനിന്ന പ്രക്ഷോഭം, അത് വനിതകൾ മുഴുവൻ പങ്കെടുത്ത് അടിച്ചൊതുക്കുകയായിരുന്നു. അതിൻ്റെതുണ്ട്. പക്ഷെ ഒരു രാജ്യം അപകടത്തെ നേരിടുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ ചൈന ആക്രമിച്ചു എന്ന് വിചാരിച്ചോ, ഇവിടുത്തെ BJPയും കോൺഗ്രസും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ നിൽക്കും, എല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കുക. അതൊരു ടീം എഫർട്ട് വരും. ഇപ്പം ഞങ്ങളുടെ രാജ്യമാണ് ആക്രമിക്കപ്പെടുന്നത്. 3 അമേരിക്കയുടെ ഒരു അഹങ്കാരത്തിൽ വന്ന് ഞങ്ങളുടെ 3 ആണവ നിലയങ്ങളിൽ അത് റേഡിയേഷൻ വന്നാൽ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പം ജനങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതാണ്. അതുപോലെ 6 ലക്ഷം ആർമിയുള്ള അല്ലെങ്കിൽ 3.5 ലക്ഷം റിസർവുള്ളൊരു ആർമിയെ എങ്ങനെ പരാജയപ്പെടുത്തി ഇയാളെ ഇത് കിടക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റുകൊടുത്ത് ഈ സദാം ഹുസൈനെയും അതുപോലെ തന്നെ മുഹമ്മദ് ഗദാഫിയെയും ഒക്കെ അമേരിക്കൻ സേന പിടിച്ചുകൊണ്ടുപോയതുപോലെ പിടിക്കാൻ പറ്റണം. അത്ര എളുപ്പമല്ല. ഇപ്പം തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട്, ഈ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപേക്ഷിച്ച് അധികം വേറെ ബങ്കറുകളിലാണ് കഴിയുന്നത്. എവിടെയാണെന്ന് ആർക്കറിയില്ല. വളരെ വിശ്വസ്തരായിട്ടുള്ള ചിലർക്ക് മാത്രമാണ് എവിടെയാണെന്ന് അറിയുന്നുള്ളൂ. ആ തരത്തിലേക്ക് റീച്ചബിൾ അല്ലാത്ത ഇതിലേക്ക് മാറിയിരിക്കുന്നു. സൈന്യമാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര പെട്ടെന്ന് ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എളുപ്പമല്ല. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്യം വയ്ക്കും. ഇസ്രായേലിനും താല്പര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭരണമാറ്റം പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗോപികൃഷ്ണൻ. ശരി. ബ്രിഗേഡിയർ മോഹൻ പിള്ളൈ, ഇനിയിപ്പോൾ ഇതിന് തൊട്ടു പിന്നാലെ നടന്ന സംഭവങ്ങൾ, ഈ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ വന്ന് പതിച്ചു. ഇസ്രയേൽ അതിശക്തമായി ഇപ്പോൾ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സമാധാനത്തിന്റെ വഴിയിൽ വന്ന് ആണവ കരാറിന്റെ കാര്യത്തിൽ ഒപ്പുവെക്കുകയും ആ ചർച്ചകളിലേക്ക് ഇറാൻ തയ്യാറാവുകയും ചെയ്തില്ലെങ്കിൽ ഇനി വീണ്ടും ഈ അതിശക്തമായ ആക്രമണത്തിലേക്ക് കടക്കാൻ പോകുന്നു അമേരിക്ക എന്ന്. ഇതൊക്കെയാണോ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇറാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനോട് പൊരുത്തപ്പെട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒത്തുതീർപ്പിലോട്ട് എത്താനുള്ള ഒരു സാഹചര്യവും ഒരു സാധ്യതയും കാണുന്നില്ല. അത് ഒത്തുതീർപ്പിലോട്ട് പോയാൽ അത് ഇറാന് തന്നെ ഒരു നാശം എന്നുള്ള രീതിയിലേ വരികയുള്ളൂ. ഇപ്പോൾ ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ദ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണ് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. കാരണം അമേരിക്ക ഇത് തുടങ്ങി വെച്ചു, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ ഒരു കാര്യത്തിൽ അമേരിക്ക ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പുടിൻ പോലെയുള്ള ആൾക്കാർ ഡയറക്റ്റ് ട്രംപിനെ വിളിച്ച് നെഗോഷിയേഷൻസ് നടത്തി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടിയാൽ ഒരു പക്ഷേ അത് ശരിയാകുമായിരിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. ഇത് തന്നെയാണ് ന്യൂക്ലിയർ പവറിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെയും ഒരു രാജ്യം പോലും കാര്യം ഉള്ളിൽ എങ്ങനെയാണോ അമേരിക്ക ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഏതാണ്ട് അത്രയും ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് അതേ സ്വഭാവത്തിലാണ് റഷ്യ ഇറാൻ്റെ കൂടെ ആദ്യം മുതൽ തന്നെ നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണണം, റഷ്യ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണേണ്ട. ഉക്രൈനുമായിട്ട് യുദ്ധമുണ്ടായതുകൊണ്ട് റഷ്യയുടെ കാര്യങ്ങളെല്ലാം തീർന്നു, ഒരിക്കലുമില്ല, ഒരു കാരണവശാലും ഇല്ല. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ബാലൻസിങ് പവർ വിത്ത് പവറാണ്, അതായത് ബാലൻസ് ഓഫ് പവർ. അതായത് അതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് റഷ്യയും ചൈനയും രണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി കുറച്ച് കുറഞ്ഞപ്പോൾ റഷ്യയും ചൈനയും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. കാര്യം അമേരിക്ക സൂപ്പർ പവറായി ഒറ്റയ്ക്ക് കയറുമ്പോൾ ബാലൻസ് ചെയ്ത് പോകുവാനായിട്ട് റഷ്യയും ചൈനയും കൂടി ഒന്ന് കുറച്ചുകൂടി ക്ലോസ് ആവുന്ന ഒരു സിറ്റുവേഷനും കൂടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കൈപൊള്ളിയ ഒരു അവസ്ഥയാണുള്ളത്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഇസ്രയേലിനെ കൊണ്ട് തന്നെ അവർ വീണ്ടും ഇറാനിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്കുകൾക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതും കൺട്രോൾഡ് ആയിരിക്കും. രണ്ടാമത് ഈ അയൺ ഡോം ഉണ്ട് അല്ലെങ്കിൽ ആരോ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പക്ഷേ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ ടെക്നോളജി ഒരു 1 മിനിറ്റ് ഫെയിലിയർ ആവുക എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലിൻ്റെ ഭാവി ഇസ്രയേലിൽ അവിടെ നടക്കുന്നത്? അയൺ ഡോം ഒരു മിനിറ്റ് 2 മിനിറ്റ് വർക്കാവാതിരിക്കുക.
അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും ഉണ്ട്. 100% ഒരു കാരണവശാലും ഇസ്രയേൽ ഫുൾ പ്രൂഫ് അല്ല. കാരണം ഇസ്രയേലിന് നമുക്കറിയാം, യോം കിപ്പൂർ വാർ നടന്ന സമയത്ത് അവരുടെ വെപ്പൺസ് ഓൾമോസ്റ്റ് തീരാറായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹെഡ് മീർ പ്രസിഡന്റ് നിക്സണോട് റിക്വസ്റ്റ് ചെയ്താണ്. അന്ന് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ നല്ല റിലേഷൻ അല്ല. നല്ല റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ, പക്ഷേ ആപത്ത് ഘട്ടത്തിൽ എല്ലായ്പ്പോഴും കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ന്യൂക്ലിയർ വാർഹെഡ് മാത്രമാണ് എല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്മോൾ ആംസ് എല്ലാം തീർന്നു എന്നുള്ള, എബൌട്ട് ടു ഫിനിഷ് എന്നുള്ള ഒരു രീതി വന്നപ്പോൾ അന്ന് സിറിയയും ഈജിപ്തും നല്ല രീതിയിൽ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യുകയും വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് റഷ്യ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് എയർലിഫ്റ്റ് ചെയ്താണ് അമേരിക്ക വെപ്പൺ അവിടെ എത്തിക്കുന്നത് ഇസ്രയേലിൽ. അങ്ങനെയാണ് ആ യുദ്ധത്തിന് ശേഷം അവർ പറയുന്നത് വി സർവൈവ്ഡ് ബിക്കോസ് ഓഫ് ദി എയർലിഫ്റ്റ് പോളിസി ഓഫ് അമേരിക്ക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വെച്ചാണ് പല കാര്യങ്ങളിൽ, അതായത് അമേരിക്ക എന്ത് ഡിസൈഡ് ചെയ്യുന്നോ ഇപ്പോഴും സെൻറ്റർ അറൗണ്ട് അതാണ് അമേരിക്ക. അതായത് കുവൈറ്റ് ഇൻവേഷനിൽ ഗോപികൃഷ്ണൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, കുവൈറ്റ് ഇൻവേഷനിൽ അതായത് ഇറാഖ് നേരെ സ്കഡ് മിസൈൽസ് ആണ് ഇസ്രയേലിലോട്ട് ഇട്ടത്. ഇസ്രയേലിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊവോക്കേറ്റ് തിരിച്ചടിക്കേണ്ടതാണ്. പക്ഷേ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അവർ സംയമനം പാലിച്ചു ആ സമയത്ത്. കാര്യം കുവൈറ്റ് അന്ന് US കൺട്രോളിലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആ സാഹചര്യങ്ങളെല്ലാം കൂടി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണണം US ആണ് ഇതിൻ്റെ മെയിൻ ബെനിഫിഷ്യറി, അല്ലെങ്കിൽ പ്രോബ്ലം ക്രിയേറ്റർ, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം ഈ ഒരു വളരെ വൈഡായിട്ടൊരു എസ്കലേഷനിലോട്ട് പോകുവാനായിട്ട് അമേരിക്കയ്ക്കും താല്പര്യമില്ല. അമേരിക്ക എല്ലായ്പ്പോഴും ചെറിയ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കൂടുതൽ, അതായത് കാറ്റ് വിതച്ചിട്ട് കൊടുങ്കാറ്റ് കൊയ്യുന്ന ഒരു സ്വഭാവമാണ് US-ൻ്റേത്. അവിടെ നിന്നിട്ട് ഇന്നു വരെ ലോകത്ത് എവിടെയെങ്കിലും അവര് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്ത് അവരുടെ സൈന്യത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഉണ്ടാക്കുന്ന വെപ്പൺസ് കംപ്ലീറ്റും ടെസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലാണ്. ആ രാജ്യങ്ങൾ തമ്മിൽ അറ്റാക്ക് ചെയ്യിപ്പിക്കുക, അത് ചെയ്യിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനെ എനിമിയാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതാണ് അതിൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് ഈ ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് വൈഡ് സ്പ്രെഡായിട്ട് എസ്കലേറ്റ് ചെയ്യും എന്ന് എനിക്കൊരു തോന്നലില്ല. കാരണം മേ ബി അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അത് ആഗ്രഹിക്കാനും പറ്റില്ല ഇതൊരു വൈഡ് സ്പ്രെഡ് യുദ്ധമാകണമെന്നുള്ളത്. ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയും അതുപോലെ ഇക്വേഷൻസ് വേൾഡിലെ മാറും. എന്തൊക്കെയാണെങ്കിലും ഐഡിയോളജീസ് ഉണ്ട്. എല്ലാവരും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ എല്ലാ രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള സമ്പന്നമാകണമെന്നും ട്രേഡ് ഡെവലപ്പ് ചെയ്യണമെന്നും സെൽഫ് റിലയൻ്റ് ആകണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സിറ്റുവേഷൻ, പണ്ടത്തെ മാതിരിയുള്ള വാർമോങ്കറിങ് വളരെ കുറവുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയൽ രാജ്യം റഷ്യ ഒരിക്കലും വിചാരിക്കില്ല അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അവിടെ വളരെ കൂടണമെന്ന്. താങ്കൾ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലൊന്നും ആവാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഡോക്ടർ അമീർ പിച്ചൻ സർ, ഇനിയൊരു ഒറ്റ കാര്യം വളരെ ഡയറക്റ്റ് ആയിട്ട്, അതായത് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രയോഗം അത് ആണവ നിർവ്യാപന കരാറിന് യോജിച്ചതാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് സർ ഇതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? ഹൗ ക്യാൻ ദ UN ജസ്റ്റിഫൈ അമേരിക്കാസ് ആക്ട്? നോ, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്റർനാഷണൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ മേലെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ ലോക്ക് എതിരാണ്. അത് ഇതിപ്രാവശ്യം മാത്രമല്ല, നേരത്തെ പറഞ്ഞ മാതിരി പലയിടത്തും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ അടക്കം ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഇതിനു മുമ്പേ അറ്റാക്ക് ചെയ്തു. ഇപ്പോഴാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക കൊണ്ടിട്ടത്. ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് മേലെ അറ്റാക്ക് ചെയ്യുന്നത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഇന്റർനാഷണൽ ലോ, ഫുൾ സ്റ്റോപ്പ്. പിന്നെ വെൻ US does it or when Israel does it, they don't care about international law. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And very very plain and sight, that is the answer. They don't care about it. Okay sir, thank you. Okay sir, thank you very much. ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. Thank you very much for joining us sir. Yeah, please. ഇതിൽ ചെയ്യുന്നത് ഇറാൻ NPT സൈൻ ചെയ്തിട്ടുണ്ട്. Israel is not a signatory to NPT. Israel is having about 90 to 100 warheads and its delivery mechanisms, nuclear warheads. ഇറാന്റെ അടുത്ത് ഒരു ആണവ ആയുധം ഇല്ല എന്നുള്ളതും ആണവ ആയുധം അവർ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതും എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ, ഇൻക്ലൂഡിങ് അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ്. അതെ, അത് പറഞ്ഞതാണ്. പക്ഷേ അപ്പൊ അവിടെ ഒരു NPT സൈൻ ചെയ്ത രാജ്യത്തോട് NPT സൈൻ ചെയ്യാത്ത രാജ്യം പോയി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര ഇന്റർനാഷണൽ ലോ വയലേഷൻ ആണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾ ദീസ് വിൽ കം ടു ദ സർഫസ് ഈ വരും ദിവസങ്ങളിൽ ഇതെല്ലാം ഈ ഡിബേറ്റിന്റെ ഭാഗമാകും. എനിവേ താങ്ക് യു വെരി മച്ച് ഡോക്ടർ അമീർ പിച്ചൻ ഫോർ ജോയിനിങ് അസ്. നമ്മൾ ചെറിയ ഇടവേള എടുക്കുന്നു, തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം. കടുത്ത പ്രത്യാക്രമണങ്ങൾ ഇസ്രയേലും ഇറാനും തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരാണോ? അവരെ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് മാറ്റുന്നുണ്ടോ? ടെല്ലവീവിലൊക്കെ സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇപ്പോൾ സ്ഥിതി എന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി പരിശോധിക്കാം. സൂരജ് രാജ് ഇസ്രയേലിലെ മലയാളി ഗവേഷക വിദ്യാർത്ഥിയാണ്. സൂരജ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. സൂരജ്, ഇപ്പോൾ നിലവിൽ എന്താണ് ഹൈഫയിലെ സ്ഥിതി? സൂരജ് സർ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഇന്ന് രാവിലെ ഹൈഫയിൽ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു ഒരു 7:30 സമയത്ത്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഇവിടെ ഹൈഫ സിറ്റി ഏരിയയിൽ അലേർട്ടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു. ഒരു 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 ഇന്റർസെപ്ഷൻ എന്തോ താഴെ നടന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൗൺ ടൗൺ ഏരിയയിലാണ്, ഹൈഫ ഡൗൺ ടൗൺ ഏരിയയിൽ ഒരു ചെറിയൊരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. ആൾക്കാർ മരിച്ചിട്ടുള്ളതായിട്ട് അറിയില്ല, പക്ഷെ ചെറുതായിട്ട് പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂരജ്, ഈ അവിടെ നടക്കുന്ന അകത്തുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടെല്ലവീവിലെ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മീഡിയയിലൂടെ അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന്റെ ഇൻപുട്സ് കിട്ടുന്നുണ്ടോ? അതറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നത് കൊണ്ടും ഒരുപാട് വെരിഫൈഡ് അല്ലാത്ത സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നത് കൊണ്ടും ഏതാണ് കറക്റ്റ് ഇൻഫർമേഷൻ എന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സോഴ്സുകളൊക്കെ ആയിരിക്കും നോക്കുന്നത്. മീഡിയ ഔട്ട്ലെറ്റ്സും പിന്നെ ഗവൺമെന്റ് IDF അല്ലെങ്കിൽ അവർ ട്വീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും ഞാൻ കൂടുതൽ റെഫർ ചെയ്യാറ്. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള മീഡിയാസ്, ഇസ്രായേലി ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇസ്രായേലി ജേർണലിസ്റ്റുകളും ഉണ്ട്, അല്ല മീഡിയ ഹൗസസും ഉണ്ട്. ഇപ്പൊ ടൈംസ് ഓഫ് ഇസ്രായേൽ ഉണ്ട്, ജെറുസലേം പോസ്റ്റ് ഉണ്ട്. ഇവരെയൊക്കെയാണ് ഞാൻ കൂടുതലും റെഫർ ചെയ്യാറ്. കാരണം അത് ഒരിക്കൽ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അവരിപ്പോ റിലീസ് ചെയ്യാറുള്ളൂ. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ കെയർഫുൾ ആണ് മീഡിയ ഇത് ചെയ്യുന്നതിന്. പിന്നെ ഇന്റർനാഷണൽ മീഡിയ ഒപ്പം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫോക്സ് ന്യൂസ് ആണെങ്കിലും അവരെയൊക്കെ ഞാൻ അവരെയൊക്കെ നോക്കിയിട്ടാണ് ഏകദേശം മനസ്സിലാക്കാറുള്ളത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ സൂരജ് ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ, നമ്മുടെ നാട്ടുകാർ, നിങ്ങൾ അവിടെ സുരക്ഷിതരല്ലേ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കൺസേൺ ആണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ ഇപ്പോൾ? ഇപ്പം ഓരോരുത്തരെയും ഇപ്പം ഇത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കേസസിൽ ഡിഫർ ചെയ്തിരിക്കും. ഇപ്പൊ ഈ മിസൈൽ വരുന്നതിനെ പറ്റി സ്ട്രെസ്ഡ് ആകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ഇത് വലിയൊരു പ്രശ്നമല്ല, ഇത് പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കറക്റ്റ് ആയിട്ട് അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇത് മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസും ഇസ്രായേലിലുണ്ട്. സോ ഇത് ഏത് സ്റ്റുഡന്റിനെ ആശ്രയിച്ചിരിക്കും. പുതുതായിട്ട് വന്ന സ്റ്റുഡൻസിനായിരിക്കും കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഈ സമയം ഉണ്ടാകുന്നത്. ഞാനിത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടെ എനിക്കതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചപ്പം അവർക്കത് കുഴപ്പമില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ എംബസി ഇവിടുന്ന് പതുക്കെ ഇവാക്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നൊരു ആദ്യത്തെ ബാച്ച് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ കുറച്ചുപേരോട് സംസാരിച്ചപ്പോൾ കുറച്ചുപേര് രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിൽ അവർ സ്റ്റേ ബാക്ക് ചെയ്യുവാണ്. അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇത് കഴിയും, അല്ലെങ്കിൽ അവർക്ക് അതിന് വലിയ ഭയമില്ല എന്ന രീതിയിലാണ്. അത് മിസൈൽ അലേർട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോംബ് ഷെൽട്ടറിൽ കയറുക, ആ പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നതുകൊണ്ട് പലരും വരാൻ പോലും താല്പര്യമില്ലാത്തവരെ ഞാൻ കണ്ടായിരുന്നു. വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തവരും ഉണ്ട്. സോ ഇത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാറി മാറി നിൽക്കുമെന്നാണ് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലി ഇതായിട്ടിരിക്കുന്നത്. ശരി സൂരജ്, ഏതായാലും നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക. വീണ്ടും ഈ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാകുന്നു. സംഘർഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. അമേരിക്കയുടെ ഇടപെടലോടുകൂടി പശ്ചിമേഷ്യയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സംഘർഷത്തിന്റെ സ്വഭാവവും രൂപവും ഇനി എങ്ങനെയാകും എന്നതിൽ അവ്യക്തതകൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെതല്ല, സംഘർഷത്തിൻ്റെതാണ് വരും മണിക്കൂറുകൾ എന്ന വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്താണ് ഇതിന് ഇനി നടക്കുന്ന കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലും ഒക്കെ ഇതിനൊരു പരിഹാരമുണ്ടാകുമോ എന്നതിലേക്കാണ് നമ്മൾ കാതോർത്തിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.